ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ കർത്താവ് നൽകിയതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആമേൻ എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആമേൻ സൂക്ഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ സങ്കീർത്തനങ്ങൾ 20-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ ആമേൻ സ്തോത്രം യാക്കോബ് ആമേൻ സ്തോത്രം ആയിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വം അവനിൽ കൂടെ വെളിപ്പെട്ടതുപോലെ ഇവിടെ ആമേൻ ദാവീദ് വളരെ വേദനിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ സ്തോത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. ആമേൻ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. വളരെ പ്രാർത്ഥിക്കുന്ന, വളരെ ആമേൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വളരെ ആമേൻ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കഷ്ടതയാണ്, ഞെരുക്കമുണ്ട്, വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ അതിനകത്ത് നിന്ന് ദൈവം നമ്മെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. ഒന്ന്, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. സ്തോത്രം. എന്താണോ നമ്മുടെ ഹൃദയത്തിനകത്ത് നാമും ദൈവമായിട്ടുള്ള ഒരു അകമൊഴിഞ്ഞ ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീക സാന്നിധ്യം ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ദൂത്, ആമേൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. ആമേൻ. എന്ത് ആഗ്രഹവും, ആമേൻ ഏത് ആഗ്രഹവുമെന്നല്ല, എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി ആഗ്രഹിക്കുന്ന ആമേൻ ഒത്തിരി വ്യക്തികളെ കാണാൻ കഴിയുന്നു. അവർക്ക് പണമില്ലെങ്കിലും, വീടില്ലെങ്കിലും, പറയുവാനോ പുകഴുവാനോ വലിയ ഡിഗ്രിയോ മറ്റൊന്നും ഇല്ലെങ്കിലും അവരുടെ ആഗ്രഹം ഉന്നതങ്ങളിലെത്തണം എന്നാണ്. സ്തോത്രം. ഇവിടെ അതുപോലെ ദാവീദ് പറയുകയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. സ്തോത്രം. ആമേൻ. വളരെ ആമേൻ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ദൂതാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ആമേൻ റോമർക്ക് ലേഖനത്തിൽ 7-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ആമേൻ പൗലോസ് ലീഗ പറയുന്ന ഒരു ദൂത്, ആമേൻ 7-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും, ആമേൻ ന്യായവും നല്ലതും തന്നെ. സ്തോത്രം. കണ്ടോ? ഒന്ന്, ആമേൻ അവിടെ എടുത്തു പറയുന്നൊരു കാര്യം, ആഗ്രഹിക്കുന്നത് നല്ലതാണ്, പക്ഷെ ന്യായപ്രമാണത്തിനകത്ത് നിന്ന് ആഗ്രഹിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കകത്ത് നിന്ന് ആഗ്രഹിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധമായ വചനത്തിനകത്ത് നിന്ന് ആഗ്രഹിക്കണം. വചനത്തിലില്ലാത്ത ആഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ഇന്ന് ജനത്തിൻ്റെ ഇടയിലുണ്ട്. സ്തോത്രം. ലോകപരമായി ജീവിക്കുക, ആമേൻ വേദപുസ്തകം ആമേൻ അനുഷ്ഠിക്കാത്ത കാര്യങ്ങൾ അനുഷ്ഠിപ്പിച്ച് ചെയ്യുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിലെ 1000 പേര് നിന്നെ കുറ്റം പറഞ്ഞാലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, യെസ്, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ നീ പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞ ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും, ന്യായവും നല്ലതും തന്നെ. എന്തായിരിക്കും അവിടെ ഇങ്ങനെ വായിച്ചത്? അവിടെ 11-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധം, ആമേൻ സ്തോത്രം, ന്യായവും നല്ലതും തന്നെ. ആമേൻ. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് വളരെ ആധികാരികമായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് എത്രത്തോളം ആമേൻ വചനത്തിൻ്റെ ആഴം കയറ്റുമോ, ദൂതുകൾ കയറ്റുമോ, അത്ര
ശക്തനേറിയ ഒരു ആമേൻ മനുഷ്യനാണ്. നമുക്കറിയാം ആമേൻ പൗലോസ്ലീഹ. ആമേൻ ന്യായപ്രമാണത്തെ അല്ലെങ്കിൽ കൽപ്പന ലംഘിക്കുന്ന ഒത്തിരി പേരുണ്ട്. സ്തോത്രം. ലംഘിച്ച് ചെയ്യുന്ന കൽപ്പന ലംഘികൾ. സ്തോത്രം. ആമേൻ. നമുക്കറിയാം സങ്കീർത്തനം എഴുതി തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. സ്തോത്രം. അപ്പോൾ ഇന്ന് ആ വചനം ലംഘിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. പാപികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും കൽപ്പനയാണ്. അപ്പോൾ അതിനെ ലംഘിച്ച് പോയിരിക്കാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതവിടെ പറയുന്ന അവസരം ആമേൻ ലഭിക്കുമ്പോൾ കിട്ടുന്ന ആമേൻ, അല്ലെങ്കിൽ അവസരം ലഭിക്കുമ്പോൾ ആമേൻ ചെയ്യുന്നതല്ല. ആമേൻ. സ്തോത്രം. അപ്പോൾ ഇപ്പോൾ പാപം ചെയ്യാൻ അവസരം കിട്ടിയാൽ പാപം ചെയ്യും. സ്തോത്രം. ആ അവസരം കിട്ടുമ്പോഴും യോസേഫിനെ പോലെ മാറി നിൽക്കുന്നതാണ് ഒരു ദൈവപൈതൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ അവസരം ലഭിച്ചു എന്ന് വച്ച് അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഒരു ദൈവപൈതലിൻ്റെ ഉത്തരവാദിത്വം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ വായിച്ച വാക്യം ഇതാണ്. സ്തോത്രം. ആമേൻ. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇന്ന് പകലിൽ എന്താ നിങ്ങൾ ആഗ്രഹിക്കുക? ഒരു ജോലിയാണോ? ആമേൻ. ഒരു സാമ്പത്തികമായ ഉയർച്ചയാണോ ആഗ്രഹിക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആഗ്രഹിച്ചിട്ട് ആമേൻ നിങ്ങൾക്ക് ഇതുവരെയ്ക്ക് ലഭിച്ചില്ലയോ? എന്താ വിഷയം? കർത്താവിനോടൊന്ന് പറഞ്ഞേ. സ്തോത്രം. ആമേൻ യോസേപ്പിനെ പോലെ, യാക്കോബിനെ പോലെ ഒന്ന് പറഞ്ഞേ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തട്ടെ. അപ്പോൾ യാക്കോബിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, അബ്രഹാമിൻ്റെ ദൈവം ഇന്നും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവപൈതലേ, യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് എല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. 41:14. സ്തോത്രം. ഭയപ്പെടേണ്ട. ഭയം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഭയമാണ്. ആമേൻ. അത് സ്നേഹിക്കുന്നവരിൽ നിന്ന് വരുന്ന വേദനിപ്പിക്കുന്ന ആമേൻ ആ ഒരു തലത്തിലേക്ക് മനുഷ്യൻ മാറിക്കഴിയുമ്പോൾ അതിനകത്ത് ഒരു ഭയം. സ്തോത്രം. ഹല്ലേലൂയ. ആ ഭയത്തിനകത്തും പരിശുദ്ധാത്മാവ് ആമേൻ തൻ്റെ ജനത്തെ സൂക്ഷിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ കടന്നു വരണം. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ചില ഇടങ്ങൾ ആമേൻ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിലേക്കൊന്ന് കർത്താവിൻ്റെ ഹിതപ്രകാരം ഈ ദിവസങ്ങളിൽ ഇന്ന് പകൽക്കാലം എന്നെ നടത്തണമേ എന്ന് പറയാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആമേൻ. നിൻ്റെ ഹിതപ്രകാരം എന്നെ നടത്തണം, നിൻ്റെ ഇഷ്ടപ്രകാരം എന്നെ നടത്തണം എന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? അങ്ങനെയുള്ള സ്വർഗം ചില ദൂതുകൾ പ്രഖ്യാപിക്കുക. സ്തോത്രം. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ നോക്കി ഇന്ന് പകൽക്കാലം ദൈവപൈതലെ നിൻ്റെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും സ്വർഗത്തിന് പ്രവർത്തിപ്പാനുണ്ട്. ആമേൻ. സ്തോത്രം. സ്വർഗത്തിന് ഇന്ന് പകൽക്കാലം മറുപടി അയപ്പാനുണ്ട്. 23-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാൻ എല്ലാവർക്കും അറിയാമെന്നുള്ള ഭാഗമാണ്. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ആമേൻ. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കണ്ടോ? അപ്പോൾ നീതിയുടെ പാതകളിലേക്ക് നടത്തുന്ന, നീതിയുടെ ആമേൻ അകത്തളങ്ങളിലേക്ക് നടത്തുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞെ, നിൻ്റെ പ്രാർത്ഥനയുടെ നടുവിൽ, നിൻ്റെ ആരാധനയുടെ നടുവിൽ ആമേൻ നിന്നെ നല്ലവണ്ണം അറിയുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. എൻ്റെ പ്രാണനെ അവൻ എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. സ്തോത്രം. പ്രാണൻ ആമേൻ പിടഞ്ഞു വീഴുമെന്ന് കരുതുന്ന സ്ഥലത്ത് ദൈവം നമ്മെ സൂക്ഷിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ പരിപാലിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവമില്ല എന്ന് മൂഢൻ പറയുമ്പോൾ ഇവിടെ വേദപുസ്തകം പറയുന്നു, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കണ്ടോ? ഒരു വ്യക്തിയെ നീതിയുടെ പാതകളിൽ നടത്തുവാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലവും ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവിൻ്റെ പ്രവൃത്തി അതിശക്തമാണ്.
ശക്തമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രഭാതമാണ് ഈ പ്രഭാതം. അതാ ഇവിടെ നമ്മൾ വായിച്ച് കേട്ട വാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഇതാണ്. സങ്കീർത്തനങ്ങൾ 20 പറയുന്നത്, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അഭിഷിക്തന്മാരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കണമേ. അപ്പ ഒരു വലിയ ആത്മനിയോഗം ഇന്ന് പൽക്കാലം ദൈവം അയക്കണമേ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. ദൈവപ്രവർത്തിക്കായി നന്ദി. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.